നമ്മൾ പഠിക്കാൻ പോകുന്നത് BSOE 142 ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്ന കോഴ്സിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ദ യൂണിറ്റ് നെയിം ഈസ് മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. അതാണ് സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഹൗ ആൻഡ് വൈ ടു പ്രൊമിനൻറ്റ് സ്കൂൾ ഓഫ് സോഷ്യോളജിക്കൽ തോട്ട് എമർജ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ രണ്ട് സ്കൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ടാണ് ഉദയം ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന്, ഹൗ ആൻഡ് വൈ, എന്തുകൊണ്ടാണ്, അതുപോലെ എങ്ങനെയാണ് ഈ രണ്ട് സ്കൂൾസും ഉദയം ചെയ്തത്. വെദർ ദർ വെയർ അതർ സ്റ്റാൻഡ്സ് ഓഫ് കൺസോളിഡേറ്റഡ് തോട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഡെവലപ്പ് ഇൻ ടു പ്രൊമിനൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്. പിന്നെ അടുത്ത ഒബ്ജക്റ്റീവ്, what were the theoretical underpinning central ideas or focuses and major contribution of each schools, and in what way the two schools compare and contrast with each other in presenting sociological traditions in India. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ in this unit we will explain to you the major schools of Indian sociological traditions. അപ്പോൾ ഈ യൂണിറ്റിൽ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ആണ്. ഫസ്റ്റ്, അപ്പോൾ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിൽ വന്നിരിക്കുന്ന പദങ്ങളുടെ മീനിങ്, സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ്, എ ബ്രീഫ് ഓൺ വാട്ട് ഈസ് മീൻ ബൈ സ്കൂൾ ആൻഡ് എ ട്രഡീഷൻ ഫോളോസ് അക്കോർഡിംഗ് ടു കേംബ്രിഡ്ജ് ഓൺലൈൻ ഡിക്ഷണറി. അപ്പോൾ കേംബ്രിഡ്ജ് ഓൺലൈൻ ഡിക്ഷണറി അനുസരിച്ച് ദ ടേം സ്കൂൾ ഓഫ് തോട്ട് മീൻസ്, സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ള അർത്ഥമാക്കുന്നത് എ സെറ്റ് ഓഫ് ഐഡിയാസ് ഓർ ഒപ്പീനിയൻസ് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയർ അബൌട്ട് എ മാറ്റർ. ഒരു കൂട്ടം ആളുകൾ ഒരു വസ്തുതയെക്കുറിച്ച് ഒരു സെറ്റ് ഐഡിയാസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ആശയങ്ങളോ ഒന്നിച്ച് പ്രകടിപ്പിക്കുന്നതിനെയാണ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അത് കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ മീനിങ് അനുസരിച്ചാണ് എ സെറ്റ് ഓഫ് ഐഡിയാസ് ഓർ ഒപ്പീനിയൻസ് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയർ അബൌട്ട് എ മാറ്റർ. People come together as a school as their perspective about something, and in this case the society in India. അപ്പം ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആശയം, ഒരു കാഴ്ചപ്പാടിൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേർന്ന് അവരുടെ ആ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുക. അപ്പം ഇവിടെ ഈ സോഷ്യോളജിക്കൽ സ്കൂൾസ് എന്ന് പറയുമ്പോൾ അത് സൊസൈറ്റീനെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ സ്കൂളിൽ വരുന്നത്. ദ ഇംഗ്ലീഷ് വേർഡ് ട്രഡീഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ ട്രഡീഷൻ. അപ്പം ഇനി അതിൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്നുണ്ട്. അപ്പം ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കംസ് ഫ്രം ദ ലാറ്റിൻ ട്രഡീഷൻ. ആ ലാറ്റിൻ ട്രഡീഷൻ എന്നുള്ള അതിൽ നിന്നാണ് ആ വേർഡ് വന്നേക്കുന്നത്. ദ നൗൺ ഫ്രം ദ വെർബ് ട്രെഡിയർ ഓർ ട്രെഡറി, ടു ട്രാൻസ്മിറ്റ്, ടു ഹാൻഡ് ഓവർ, ടു ഗീവ് ഫോർ സേഫ് കീപ്പിംഗ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ വാക്കുകളിൽ നിന്നാണ് ട്രഡീഷൻ വന്നിരിക്കുന്നത്. ഷിൽസ് മേക്സ് 2 points while analyzing the properties of a tradition. അപ്പം ട്രഡീഷൻ്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്തപ്പോൾ ഷിൽസ് 2 points വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ദ പ്രസന്റ്നസ് ഓഫ് ദ പാസ്റ്റ്. അപ്പോൾ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് പോർഷൻ പറയുന്നത് പ്രസന്റ്നസ് ഓഫ് ദ പാസ്റ്റ്, പാസ്റ്റിൻ്റെ വർത്തമാന കാലത്തുള്ള ഭാഗം, ദ പ്രസന്റ്നസ് ഓഫ് ദ പാസ്റ്റ്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആസ് ദ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ റെസ്പോൺസീവ്നെസ് ടു ദ പാസ്റ്റ്. അപ്പോൾ പ്രസന്റ് ആസ് ദ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് റെസ്പോൺസീവ്നെസ് ടു ദ പാസ്റ്റിലുണ്ടായ കാര്യങ്ങളുടെ ഒരു ശക്തിപൂർണമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇപ്പോൾ പ്രസൻറ്റിൽ അനുഭവിക്കുക. അപ്പം ഈ 2 കാര്യങ്ങളാണ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നത്. അതായത് പ്രസന്റ്നസ് ഓഫ് ദ പാസ്റ്റ് ആണ് ഫസ്റ്റ്. സെക്കൻഡ്, ദ പ്രസന്റ് ആസ് ദ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് റെസ്പോൺസീവ്നെസ് ടു ദ പാസ്റ്റ്. The sociological tradition in India in this unit mean the intellectual traditions. അപ്പോൾ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ഇന്ത്യ എന്നുള്ള യൂണിറ്റിലെ intellectual traditions which reflect the pioneering contributions by the scholars in relation to society in India. ഇന്ത്യൻ സൊസൈറ്റിയിലെ സ്കോളേഴ്സ് നൽകിയിട്ടുള്ള ഇൻ്റലക്ച്വൽ ട്രഡീഷൻസ് ആണ് ഈ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൽ മുഖ്യമായിട്ടും വരുന്നത്.
social and intellectual antecedents of schools of sociological traditions in India. അതെന്താന്ന് നോക്കാം. Sociology and social and physical anthropology as a discipline and profession were introduced in India largely by the British scholars at the time when India was still ബ്രിട്ടൻസ് കോളനി. ഇന്ത്യ ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്ന കാലത്താണ് സോഷ്യോളജി അതുപോലെ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ആന്ത്രപ്പോളജിയൊക്കെ ഒരു ഡിസിപ്ലിനായിട്ട് ഇവിടെ നമ്മുടെ സ്കോളേഴ്സ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്കോളേഴ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇൻ എ വേ ഇറ്റ് ക്യാൻ ബി ഹൈലൈറ്റഡ് ദാറ്റ് ദീസ് ടു ഡിസിപ്ലിൻസ് വേർ ദ ഓഫ് ഷൂട്ട്സ് ഓഫ് ദ ഇന്ത്യസ് കൊളോണിയൽ എൻകൗണ്ടർ. ഇൻ എ വേ ഇറ്റ് ക്യാൻ ബി ഹൈലൈറ്റഡ് ദാറ്റ് ദീസ് ടു ഡിസിപ്ലിൻസ്, അപ്പോൾ ഈ രണ്ട് ഡിസിപ്ലിൻസ്, അതായത് സോഷ്യോളജിയും അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയും, വേർ ദ ഓഫ് ഷൂട്ട്സ് ഓഫ് ദ ഇന്ത്യസ് കൊളോണിയൽ എൻകൗണ്ടർ, ഇന്ത്യയുടെ കൊളോണിയൽ എൻകൗണ്ടറിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് നമുക്കിതിനെ കാണാം. ഇൻ കോൺട്രറി ടു ദ യൂറോപ്യൻ ട്രഡീഷൻ, both these disciplines have been intertwined with each other both in colonial and post-colonial India. It can be safely argued that the beginning of sociology and anthropology in particular were crucially tied with the Indology studies done primarily by the British scholars, for instance, Sir William. അപ്പോൾ ഇവിടെ ഈ സോഷ്യോളജി ആന്ത്രപ്പോളജിയൊക്കെ ആരംഭിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇൻഡോളജി സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്, അത് ബ്രിട്ടീഷ് സ്കോളേഴ്സിനാൽ കണ്ടക്ട് ചെയ്യപ്പെട്ട ഇൻഡോളജി സ്റ്റഡീസിൻ്റെ ഫലപ്രദമായിട്ടാണ്. അതിൽ കൂടുതലും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് സർ വില്യം ജോൺസ്. അദ്ദേഹം 1746 തുടങ്ങി 1794 വരെ ഉള്ള കാലഘട്ടത്തിൽ ഉള്ള ഒരു നോട്ടഡ് ഇൻഡോളജിസ്റ്റ് ആയിരുന്നു സർ വില്യം ജോൺസ്. ആൻഡ് ഹി ഫൗണ്ടഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇൻ 1784. അപ്പോൾ അദ്ദേഹമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനം ആരംഭിച്ചത്. ഹി ഫൗണ്ടഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇൻ 1784. കൊളോണിയൽ പവർ അണ്ടർസ്റ്റുഡ് ആൻഡ് സ്റ്റഡീഡ് ഇന്ത്യ ആസ് എ ട്രഡീഷണൽ സൊസൈറ്റി. അപ്പോൾ കൊളോണിയൽ പവർ ഇന്ത്യയെ മനസ്സിലാക്കിയിരുന്നത് തന്നെ ഒരു ട്രഡീഷണൽ സൊസൈറ്റി എന്നുള്ള രൂപത്തിലായിരുന്നു. അതുപോലെയാണ് തന്നെ അവരതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. സബ്സിക്വൻ്റ്ലി വിത്ത് ദ എമർജൻസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, അതിനെ പിന്തുടർന്ന് നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ആരംഭിച്ചപ്പോൾ ദ സ്കോളേഴ്സ് എൻഗേജ്ഡ് ഇൻ ബോത്ത് ദ ഡിസിപ്ലിൻസ്. അപ്പോൾ പണ്ഡിതർ ഈ രണ്ട് ഡിസിപ്ലിൻസിനും, അതായത് സോഷ്യോളജിയും അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയും, ചാർട്ടേഡ് ഔട്ട് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സൊസൈറ്റി കീപ്പിംഗ് ദ ബൈനറീസ് ഓഫ് കോളനി ആൻഡ് കൊളോണിയൽ പവർ, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. അപ്പോൾ കോളനി ആൻഡ് കൊളോണിയൽ പവർ, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, പ്രോഗ്രസ് ആൻഡ് ബാക്ക്വേർഡ്നെസ് ഒക്കെ ഈ വക പോയിൻ്റൊക്കെ അകത്ത് വെച്ചിട്ട് ഈ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ രണ്ട് ഡിസിപ്ലിൻസ്, അതായത് സോഷ്യോളജിയും അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയും ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കി. ശ്രീനിവാസ് ആൻഡ് പാണിനി ഹാവ് ഔട്ട്ലൈൻ 3 phases ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദീസ് ഡിസിപ്ലിൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഡിസിപ്ലിൻസ്, അതായത് സോഷ്യോളജിയുടെയും ആന്ത്രപ്പോളജിയുടെയും വികസനത്തിൽ 3 സ്റ്റേജസ്, 3 ഫേസാണ് അദ്ദേഹം ശ്രീനിവാസും പാണിനിയും ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ദ ഫസ്റ്റ് ലേയിങ് ദ ഫൗണ്ടേഷൻ ബിറ്റ്വീൻ 1773 to 1900. അപ്പോൾ 1773 തുടങ്ങി 1900 വരെയുള്ള ആ കാലാവധിയാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ദ പീരീഡ് ഓഫ് പ്രൊഫഷണലൈസേഷൻ 1901 to 1950. അപ്പോൾ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 1901 മുതൽ 1950 വരെയുള്ള കാലഘട്ടം. ആൻഡ് തേർഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ടൈംസ്. അപ്പോൾ തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റിന് ശേഷമുള്ള സമയം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇൻ വിച്ച് ഇറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ ഡ്യൂ ടു വെറൈറ്റി ഓഫ് സപ്പോർട്ട് മെക്കാനിസം. അപ്പം ഈ കാലഘട്ടത്തിൽ തേർഡ് ഫേസിലാണ് ഇത് വളരെ സ്പീഡിൽ ഇന്ത്യയിൽ മുഴുവനും വ്യാപിക്കാനായിട്ട് കാരണമായി ഈ രണ്ട് സബ്ജക്ട്സ്. ഈ രണ്ട് സബ്ജക്ട്സിൻ്റെ വളർച്ച 3 ഫേസിലായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്ന 1773 തുടങ്ങി 1900 വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തെ ഫേസസ് എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് പ്രൊഫഷണലൈസേഷൻ ആണ്. അത് 1901 തുടങ്ങി 1950.
ഇനി തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈംസ് ആണ്. ഈ സമയങ്ങളിലാണ് ഇറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ മുഴുവനും ഈ സബ്ജക്റ്റ് വ്യാപിക്കാൻ തുടങ്ങി ഡ്യൂ ടു വെറൈറ്റി ഓഫ് സപ്പോർട്ട് മെക്കാനിസംസ്. പല സപ്പോർട്ട് മെക്കാനിസത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇത് രാജ്യം മുഴുവനും വ്യാപിക്കാൻ ഇടയായി. Danger is of the view that the early writing by the British scholars on the colonial India helped the colonial masters to make sense of this vast and inhabited by numerous castes and communities and following innumerable ways of life. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ധാരാളം കാസ്റ്റും അതുപോലെയുള്ള കമ്മ്യൂണിറ്റീസൊക്കെ ഒത്തിരി ഉണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസും കാസ്റ്റസും ആണ്, എണ്ണമറ്റ നിലയിലുണ്ട്. അപ്പോൾ അതിലൊക്കെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ശരിക്കൊരു സെൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ ജീവിത രീതി മനസ്സിലാക്കണമെങ്കിൽ ഈ സബ്ജക്റ്റ് വളരെ സഹായപ്രദമാണെന്ന് മനസ്സിലാക്കി. However, does not mean the absence of any indigenous thought in India. It can be stated that the indigenous scholars taught and groomed in foreign universities were instrumental in establishing the earliest departments of sociology and anthropology. അപ്പോൾ ഈ നാട്ടിലുള്ള സ്കോളേഴ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നുള്ളതല്ല, അവരിതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഹവർ ഡസ് നോട്ട് മീൻ ദ അബ്സെൻസ് ഓഫ് എനി ഇൻഡിജീനിയസ് തോട്ട് ഇൻ ഇന്ത്യ. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദ ഇൻഡിജീനിയസ് സ്കോളേഴ്സ് തോട്ട് ആൻഡ് ഗ്രൂംഡ് ഇൻ ഫോറിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഇന്ത്യയിലുള്ള പ്രദേശത്തുള്ള സ്കോളേഴ്സ്, പക്ഷെ അവർ പഠിച്ചതും വളർന്നതും ഒക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ആദ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സോഷ്യോളജിക്കും അതുപോലെ ആന്ത്രോപോളജിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കാനായിട്ട് കാരണമായത്. അപ്പോൾ ഇന്ത്യക്കാരാണ്, പക്ഷെ അവർ പഠിച്ചതും വളർന്നതൊക്കെ പുറത്തുള്ള ആ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട്, ആ വിദ്യാഭ്യാസത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരിവിടെ സോഷ്യോളജി അതുപോലെ ആന്ത്രോപോളജിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റ് ബോംബെ. അപ്പോൾ ഈ ആളുകൾ ആദ്യം തുടങ്ങിയത് ബോംബെയിൽ, ദെൻ ലക്നൗ ആൻഡ് സബ്സിക്വൻ്റ്ലി ടു അതർ പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ ആദ്യം ഈ സബ്ജക്ട്സ് ആരംഭിച്ചത് ബോംബെയിൽ, അതിനുശേഷം ലക്നൗവിൽ, പിന്നെ അതിനെ തുടർന്നിട്ട് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് തുടങ്ങി. തോ വിത്ത് എ പുഷ് ഫ്രം ദ ബ്രിട്ടീഷ് സ്കോളേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രേരണ നൽകിക്കൊണ്ടിരുന്നത് ബ്രിട്ടീഷ് സ്കോളേഴ്സാണ്. ഇതുപോലെയുള്ള സോഷ്യോളജി ആന്ത്രോപോളജിയൊക്കെ രാജ്യവ്യാപകമായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പുഷ് കിട്ടിയിരുന്നത് ബ്രിട്ടീഷ് സ്കോളേഴ്സിൽ നിന്നാണ്. ദ പ്രോസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് പ്രൊഫഷണലൈസേഷൻ ഓഫ് ബോത്ത് ദ ഡിസിപ്ലിൻസ് മൂവ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് വിത്ത് ദ സ്റ്റേറ്റ് സപ്പോർട്ടഡ് ഫാസ്റ്റ് പേസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും അതുപോലെ പ്രൊഫഷണലൈസേഷൻ, ഈ രണ്ട് സബ്ജക്റ്റുകളിലും, അതായത് സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലും, അപ്പോൾ അതിൻ്റെ ആ സ്പീഡ് അങ്ങ് കൂടി. അത് എങ്ങനെയാണ് ഇവിടെയുള്ള സ്കോളേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി. ദ ഡിപ്പാർട്ട്മെൻറ്റ് engaged with teaching sociology and anthropology at both Bombay University and Lucknow University become the centers of the teaching learning process of such a caliber that they began to be addressed as school. അപ്പോൾ സ്കൂൾ എന്നറിയപ്പെടുന്ന രീതിയിൽ തന്നെ ബോംബെ സ്കൂൾ അതുപോലെ ലക്നൗ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സ്കൂൾസ് ഈ സോഷ്യോളജിയുടെ ആന്ത്രോപോളജിയുടെയും പഠനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലും അതുപോലെ ലക്നൗവിലും ആദ്യമായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആദ്യത്തെ രണ്ട് സ്കൂൾസാണ് ബോംബെ സ്കൂൾ അതുപോലെ തന്നെ ലക്നൗ സ്കൂൾ. The term school needs to be cautiously used as in stricter sense. Neither Bombay nor Lucknow can be seen as school the way Chicago or Frankfurt are understood, as they were distinct in their approach. ഇപ്പോൾ ചിക്കാഗോ സ്കൂൾ അതുപോലെ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രീതിയിലുള്ള അതിൻ്റേതായ ഒരു സമീപനമുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സമീപനം കൈക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ബോംബെ സ്കൂൾസും അതുപോലെ ലക്നൗ സ്കൂളും ഒക്കെ പ്രവർത്തിച്ചത്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ത്രൂ ആൻ എക്സാമ്പിൾ. If one locates A.R. Desai in
സ്പെഷ്യൽ സെൻസ്. ഹി ബിലോങ് ടു ബോംബെ സ്കൂൾ. അപ്പൊ AR ദേശായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോംബെ സ്കൂളിൽ പെടുന്നതാണ്. ആൻഡ് ഹിസ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഈസ് അറ്റ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ആസ് ബീയിങ് ആസ് എ മാർക്സിസ്റ്റ്. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സോഷ്യോളജിക്കൽ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് ഒരു മാർക്സിസ്റ്റ് ചിന്താഗതി കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു. ദസ് ഹി ബിലോങ് ടു ബോംബെ സ്കൂൾ. അപ്പൊ അദ്ദേഹം ബോംബെ സ്കൂളിൽ ഉൾപ്പെടുന്ന വ്യക്തിയായിരുന്നു. ആൻഡ് ഇസ് മാർക്സിസ്റ്റ് ഇൻ ഹിസ് റൈറ്റിങ്സ്. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ മാർക്സിസ്റ്റ് തത്വചിന്തയെ അധിഷ്ഠിതമാക്കി ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ GS ഗുറെ ബിലോങ് ടു ബോംബെ സ്കൂൾ. അതുപോലെ GS ഗുറെ എന്ന് പറയുന്ന അദ്ദേഹം ബിലോങ് ടു ബോംബെ സ്കൂൾ, ബോംബെ സ്കൂളിൽ പെട്ടതായിരുന്നു. ആൻഡ് ഹിസ് റൈറ്റിങ്സ് ആർ, പക്ഷെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, എഴുത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡോളജിക്കൽ ഇൻ നേച്ചർ. അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലെങ്കിൽ എഴുത്തെല്ലാം ഇൻഡോളജിക്കൽ ആയിരുന്നു സ്വഭാവം അനുസരിച്ച്. ദസ് വി സീ ദാറ്റ് വൺ ക്യാൻ സ്റ്റഡി ദേശായി ഓർ ഗുരെ like other sociologists discussed in this unit, both in terms of their special location and theoretical dispositions. Similarly, അതുപോലെ തന്നെ ഐരാവതി കാർവെ പൈനേർഡ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കിൻഷിപ്പ് സ്റ്റഡീസ് നടത്തിയതിൽ ഏറ്റവും ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഐരാവതി കാർവെ. യെറ്റ് ഷീ ഡിഡ് നോട്ട് ബിലോങ് ഐദർ ടു ബോംബെ ഓർ ലക്നൗ സ്കൂൾ. അപ്പൊ ഈ സ്ഥലം എവിടെയാണെന്നുള്ളത്, എവിടെയാണ്, ഏത് സ്കൂളിൽ പെടുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് എവിടെയായിരുന്നാലും അവരവരുടെ ചിന്താഗതികൾ വ്യക്തമാക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇപ്പൊ ഐരാവതി കാർവെ ആണെങ്കിൽ ഈ ബോംബെ സ്കൂളിലോ അല്ലെങ്കിൽ ലക്നൗ സ്കൂളിലോ മെമ്പർ ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം അവര് ഒരു വനിതയാണ് ഐരാവതി കാർവെ എന്ന് പറഞ്ഞാൽ. അവര് പൈനേർഡ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഫാമിലിയെ കുറിച്ചും അതുപോലെ കിൻഷിപ്പ് സ്റ്റഡീസിനെയൊക്കെ കുറിച്ച് പഠിക്കുകയും അത് അവരുടെ എഴുത്തുകളിലൂടെ ആശയങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്ത ഒരു ആദ്യത്തെ വനിതയാണ്. ഷീ ഡിഡ് നോട്ട് ബിലോങ് ടു ഐദർ ടു ബോംബെ ഓർ ലക്നൗ സ്കൂൾ. അപ്പൊ സോഷ്യോളജിയുടെ ഫീൽഡിൽ വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു വനിതയാണ്, ആദ്യ വനിതയാണ് ഐരാവതി കാർവെ. പക്ഷെ അവർ ബോംബെ സ്കൂളിലോ അല്ലെങ്കിൽ ലക്നൗ സ്കൂളിൻ്റെയോ ഒരു അംഗമായിരുന്നില്ല. Similarly, if one looks at the analytic and pedagogical tools of employed by Lucknow school pioneers, then the term school begets its critic. ഇനി അതുപോലെ തന്നെ രാധാ കൈമൾ മുഖർജി ആൻഡ് DP മുഖർജി ബോത്ത് വെർ അറ്റ് ദ ലക്നൗ സ്കൂൾ. ഇപ്പൊ രാധാ കൈമൾ മുഖർജി അതുപോലെ തന്നെ DP മുഖർജി ഇവർ രണ്ടുപേരും ലക്നൗ സ്കൂൾ മെമ്പേഴ്സാണ്. ആൻഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കണ്ടംപററീസ്, ഏതാണ്ട് സമകാലികരുമാണ്. ഹവർ രാധാ കൈമൾ മുഖർജി വാസ് എ ട്രെയിൻഡ് എക്കണോമിസ്റ്റ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാധാ കൈമൾ മുഖർജി ഒരു ട്രെയിൻഡ് എക്കണോമിസ്റ്റ് ആയിരുന്നു. ഹു എക്സ്പെരിമെന്റഡ് വിത്ത് സോഷ്യൽ എക്കോളജി. അദ്ദേഹം സോഷ്യൽ എക്കോളജിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദെൻ അറൈവ്ഡ് അറ്റ് സോഷ്യോളജി. പിന്നീടാണ് അദ്ദേഹം സോഷ്യോളജിയിലേക്ക് ഇറങ്ങിയത്. ദോ ഹി സ്റ്റഡീസ് ഓൺ വാല്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ വാല്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വാല്യൂ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് ആ അറിവോടുകൂടിയാണ് അദ്ദേഹം സോഷ്യോളജിയിലേക്ക് കാൽവെച്ചത്. DP മുഖർജി ഓൺ ദ അതർ ഹാൻഡ്, ഇനി DP മുഖർജി ആണെങ്കിൽ ഹി വാസ് എ ഹിസ്റ്റോറിയൻ. അപ്പൊ മറ്റേയാള് എക്കണോമിസ്റ്റ് ആയിരുന്നെങ്കിൽ DP മുഖർജി ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു. ആൻഡ് ഹു വെന്റേഡ് ഇൻ ടു എക്കണോമിക്സ് വർ ടെനൻസ് ഓഫ് മാർക്സിയം ബീങ് ആപ്ലിക്കബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ സൊസൈറ്റി. ദസ് ദ ടേം സ്കൂൾ ഇൻ ഇന്ത്യ കോണ്ടെക്സ്റ്റ് ഹാസ് ടു ലിമിറ്റേഷൻസ്. അപ്പൊ സ്കൂളെന്ന് നമ്മളിവിടെ പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റിന് രണ്ട് പരിമിതികളുണ്ട്. ഫസ്റ്റ്, ഡിഫറൻസസ് വിത്തിൻ ദ സ്കോളേഴ്സ് ലൊക്കേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ സ്കൂൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്കൂളിൽ പെടുന്ന വ്യക്തി, പക്ഷെ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഒറിജിനലി ആ സ്കൂളിന്റെ മെമ്പേഴ്സ് ആയിരുന്നില്ല. അവരുടെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് വേറെ ആയിരുന്നു. പിന്നീടാണ് അവർ ഏത് സ്കൂളാണ് ആ സ്കൂളിലെ സബ്ജക്റ്റിലേക്ക് താല്പര്യരായി മാറിയത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ബൈ അതർ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ഹു ഡിഡ് നോട്ട് ബിലോങ് ടു എനി സ്കൂൾ. ഇനി വേറെ കുറെ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്, അവർ ഒരു സ്കൂളിലെയും മെമ്പേഴ്സ് ആയിരുന്നില്ല. Along with the Bombay and Lucknow schools, some of other important
Locals of sociology as disciplines and profession were respective universities at Calcutta, Patna, Ranchi, Mysore, Pune, Baroda, among others. ഇതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റീസ് കൽക്കട്ട, പാറ്റ്ന, റാഞ്ചി, മൈസൂർ, അതുപോലെ പ്യൂന, ബറോഡ, ഇവിടെ എല്ലായിടത്തും ഈ സോഷ്യോളജി മറ്റ് ഡിസിപ്ലിൻസിൽ പോലെ തന്നെ സോഷ്യോളജിയിലും താല്പര്യരായിട്ടുള്ളവരുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി അറ്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റി ഡിസേർവ് സ്പെഷ്യൽ മെൻഷൻ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏറ്റവും മുൻപേ മെൻഷൻ ചെയ്യേണ്ട ഒരു പേരാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ 2 സ്കൂളുകളെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനു പുറമെ പല യൂണിവേഴ്സിറ്റികളിലും സോഷ്യോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന് അവിടെ ഡിസിപ്ലിൻ ആയിരുന്നു. സിമിലർലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി അറ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി ഫൗണ്ടഡ് ബൈ എം.എൻ. ശ്രീനിവാസ് ഇൻ 1959. അപ്പം അതുപോലെ തന്നെ എം.എൻ. ശ്രീനിവാസൻ 1959 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ആരംഭിച്ചു. His understanding of changes in Indian society in terms of Sanskritization and Westernization are significant. അപ്പോൾ സോഷ്യോളജിയിൽ അദ്ദേഹം കൊണ്ടുവന്ന 2 കൺസെപ്റ്റ്സുകളാണ് സാൻസ്ക്രിറ്റൈസേഷൻ അതുപോലെ വെസ്റ്റേണൈസേഷൻ. അത് എല്ലായിടത്തും സ്വീകാര്യമായിട്ടുള്ള 2 കൺസെപ്റ്റ്സ് ആണ്. വൺ ക്യാൻ ഓൾസോ ലുക്ക് ഇൻ ടു other strands of consolidated thought that did not develop into prominent school of thought in sociology. ഇനി അതുപോലെ തന്നെ പാട്രിക് ഗഡസ്, അത് 1854 to 1932, അതുപോലെ ഐരാവതി കാർവെ 1905 to 1970, ജോൺ വിൻസെന്റ് ഫെരേര, ടു നെയിം ദ ഫ്യൂ. അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള 2-3 പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് പാട്രിക് ഗഡേഴ്സ്, ഐരാവതി കാർവെ, ജോൺ വിൻസെന്റ് പെരേര. Patrick Geddes was founder head of Department of Sociology and Civics at the University of Bombay. University of Bombay സോഷ്യോളജി ആൻഡ് സിവിക്സ് എന്നുള്ള ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു പാട്രിക് ഗഡേഴ്സ്. 1919 until 1924 വരെ അദ്ദേഹം ആ പദവിയിൽ അവിടെ ഇരുന്നിരുന്നു. ഓൾദോ ട്രെയിൻഡ് ഇൻ ബയോളജി, ഹി സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ഇൻ ഫീൽഡ് ഓഫ് സോഷ്യൽ ജിയോഗ്രഫി ആൻഡ് ടൗൺ പ്ലാനിങ്. അപ്പം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് കിട്ടിയിരുന്ന വിഷയം ബയോളജി ആയിരുന്നെങ്കിലും അദ്ദേഹം സംഭാവനകൾ കൂടുതൽ ചെയ്തിട്ടുള്ള സോഷ്യൽ ജിയോഗ്രഫി ആൻഡ് ടൗൺ പ്ലാനിങ്ങിലായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ഹി വാസ് ഇൻവോൾവ് ഇൻ ടൗൺ പ്ലാനിങ് വർക്ക് ഇൻ ബറോഡ ആൻഡ് ഇൻഡോർ ഇൻ ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേജർ റൈറ്റിങ്സ് ഒക്കെ ചാപ്റ്റേഴ്സ് ഇൻ മോഡേൺ ബോട്ടണി, അതുപോലെ സിറ്റി ഡെവലപ്മെൻറ്റ്, എ സ്റ്റഡി ഓഫ് പാർക്സ്, ഗാർഡൻസ് ആൻഡ് കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതി, സിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതേ സ്റ്റഡി ഓഫ് പാർക്സ് ആൻഡ് ഗാർഡൻസ് ആൻഡ് കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സിറ്റീസ് എവല്യൂഷൻ. പിന്നെ അതുപോലെ തന്നെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ടൗൺ പ്ലാനിങ് മൂവ്മെൻറ്റ് ആൻഡ് ടു ദ സ്റ്റഡി ഓഫ് സിവിക്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഗ്രന്ഥങ്ങളാണ്. In India's first woman anthropologist and hailed as the first feminist sociologist of India. അപ്പോൾ ആദ്യത്തെ ഫെമിനിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ അവർ ആന്ത്രോപോളജിസ്റ്റും ആയിരുന്നു. അവരുടെ പേരാണ് ഐരാവതി കാർവെ. ബിക്കേം ഹെഡ് ഇൻ 1939 ഓഫ് ദ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്പാർട്ട്മെന്റ് of Sociology and Anthropology of the Deccan Postgraduate College and Research Institute, Pune. പൂനെയിലെ ഡെക്കാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡായിട്ട് ചാർജ് എടുത്തത് ഐരാവതി കാർവെ 1939. Her writings can be grouped under interdisciplinary branches of anthropology. അദ്ദേഹത്തിൻ്റെ അവരുടെ കൃതികൾ മിക്കതും 2 ആയിട്ടാണ് പല രീതിയിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് ബ്രാഞ്ചസ് ഓഫ് ആന്ത്രോപോളജി. ആന്ത്രോപോളജിയുടെ അകത്ത് വരുന്നത് അവരെഴുതിയിട്ടുള്ളത് എത്നോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്, അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ സൊസൈറ്റി, അതുപോലെ പാലിയോ ആന്ത്രോപോളജി, എക്സ്പ്ലോറിംഗ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ആർക്കിയോളജി ആൻഡ് ഇൻഡോളജി ആൻഡ് സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി, അണ്ടർസ്റ്റാൻഡിങ് കാസ്റ്റ് ആൻഡ് എക്സ്പ്ലോറിംഗ് കിൻഷിപ്പ് സ്ട്രക്ചർ അക്രോസ് ഇന്ത്യ. Her first-hand knowledge of Sanskrit literature was instrumental in understanding Hindu Indian society. അപ്പോൾ അതുപോലെ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, അത് അവരുടെ ഐരാവതി കാർവയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ബുക്കാണ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. ഇനി ഐരാവതി
കാർവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ തന്നെയായിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് മെൻഷൻ ദ ഓതേഴ്സ് ഓഫ് ദ ഫോളോയിങ് ബുക്സ്. അപ്പോൾ ഓരോ ഇപ്പോൾ പറഞ്ഞ വ്യക്തികൾ എഴുതിയേക്കണ ബുക്കുകളുടെ പേരും അവരുടെ അവരെക്കുറിച്ച് എഴുതിയേക്കുന്ന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ അത് എഴുതിയത് ഐരാവതി കാർവെയാണ്. അതുപോലെ സിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റഡി ഓഫ് പാർക്സ് ഗാർഡൻസ് ആൻഡ് കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതിൻ്റെ രചയിതാവ് പാട്രിക് ഗഡേഴ്സ് ആണ്. അതുപോലെ ടോട്ടമിസം ഇൻ ഇന്ത്യ അത് ഫെരേരയുടെ വിൻസെന്റ് ഫെരേരയുടെ വർക്കാണ്. അപ്പോൾ ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 പോയിന്റ്സും എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ഇനി നെയിം ദ 2 മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൻ്റെ 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ അത് ഏതൊക്കെയാണ്? അത് ഒന്ന് ബോംബെ സ്കൂൾ, അടുത്തത് ലക്നൗ സ്കൂൾ. ഓരോന്നിനെ കുറിച്ചും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബോംബെ സ്കൂൾ നോക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ. ബോംബെ ടുഡേ മുംബൈ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1919 വിത്ത് പ്രൊഫസർ സർ പാട്രിക് ഗഡേഴ്സ്. സർ പാട്രിക് ഗഡേഴ്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിൽ ആരംഭിച്ചത്. അതിൻ്റെ 1854 to 1932 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ആസ് ഇസ് ഫസ്റ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അവിടെ സോഷ്യോളജിയുടെ ഫസ്റ്റ് ഹെഡായിട്ട് അദ്ദേഹം ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റായിട്ട് ജോയിൻ ചെയ്ത ആളാണ് പ്രൊഫസർ സർ പാട്രിക് ഗഡേഴ്സ്. അതുപോലെ തന്നെ GS ഗുറെ 1893 to 1983. അതുപോലെ AR ദേശായി 1915 to 1994. കൈനിലാൽ മൊയ്ത്തിലാൽ കപാഡിയ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1908 to 1967. JV ഫെരേരയുടെ സമയം 1922 to 201. ആൻഡ് D നരേൻ established academic traditions which in due process of time spread throughout the country in different universities and colleges. അപ്പോൾ ഇങ്ങനെ ഈ ബോംബെ സ്കൂൾ ഓഫ് തോട്ടിലെ പ്രധാന വ്യക്തികളും അവരുടെ സ്ഥാനങ്ങളും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തിയററ്റിക്കൽ ഓറിയന്റേഷൻ ഓഫ് ബോംബെ സ്കൂൾ വാരിഡ് ഫ്രം ഇൻഡോളജി, അത് ഗുറയുടെ ഒരു ഇതാണ്. ഇന്റഗ്രൽ ആന്ത്രപ്പോളജി അതിൻ്റെ മെയിനാണ് ഫെരേര. മാർക്സിസ്റ്റ് ചിന്താഗതിയാണ് ദേശായിയുടെ. അതിൻ്റെ അർബൻ സോഷ്യോളജി, എക്കോളജി എലോങ് ഷെയർഡ് വിത്ത് ജഡേഴ്സ് ആൻഡ് ഗുറെ എലോങ് വിത്ത് ഹിന്ദു കിൻഷിപ്പ് ബൈ കപാഡിയ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ സ്കൂളിലെ മെയിൻ മേധാവികൾ. ദ സിംഗിൾ മോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഗുരെ ഈസ് ഹിസ് ലീഡിംഗ് റോൾ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് പ്രൊഫഷണലൈസേഷൻ ഓഫ് ദ ഡിസിപ്ലിൻ ഇൻ ദ കൺട്രി. അപ്പം നമ്മുടെ രാജ്യത്ത് ഈ സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും പ്രൊഫഷണലൈസേഷനും അർഹയാക്കിയ വ്യക്തിയാണ് GS ഗുറെ. അനദർ നോട്ടബിൾ ഫിഗർ ഓഫ് ബോംബെ സ്കൂൾ വാസ് KM കപാഡിയ. ഇനി വേറൊരു നോട്ടബിൾ വ്യക്തിയാണ് KM കപാഡിയ ബോംബെ സ്കൂളിൻ്റെ. ഹൂ ഇൻ ഹിന്ദു കിൻഷിപ്പ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ഹിന്ദു സോഷ്യൽ ഹിസ്റ്ററി which was based on the Indological sources emphasized on the structural aspects of family. അപ്പോൾ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഫാമിലിനെ കുറിച്ചുള്ള ഹിന്ദു കിൻഷിപ്പ് എന്നുള്ള ആ പ്രബന്ധം അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് KM കപാഡിയും ബോംബെ സ്കൂളിൻ്റെ തന്നെ മെമ്പറാണ്. ഇൻഡോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എനി സൊസൈറ്റി ത്രൂ ഇറ്റ്സ് ക്ലാസിക് സേക്രട്ട്. ഇൻഡോളജി എന്ന് പറഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എനി സൊസൈറ്റി, ഏത് സൊസൈറ്റിയുടെയും സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതിൻ്റെ സാക്രഡ് ടെക്സ്റ്റ് അതുപോലെ കൾച്ചർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന ഒരു വേയാണ് ഇൻഡോളജി എന്ന് പറഞ്ഞത്. ദോ ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ടൈഡ് ടു ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഓറിയന്റലിസ്റ്റ് ലൈക്ക് വില്യം ജോൺസ്, ഹെൻറി മൈൻ, മാക്സ് മുള്ളർ among others, yet it is marked distinct from the Orientalism as discussed by Edward Said. For Dangar, Indological approach assumed that historically Indian society and culture are unique and that this contextual specificity of Indian social realities could be grasped through the texts. അപ്പോൾ ഈ ടെക്സ്റ്റിൽ കൂടിയാണ് ഈ ഇൻഡോളജി ഓരോ ഇതിൻ്റെ ഇൻഡോളജി നമ്മൾ മനസ്സിലാക്കുക. ഗോവിന്ദ് ശശി ഗുറെ, അതാണ് GS ഗുറെ എന്ന് നമ്മൾ വിളിക്കുന്നത്. അദ്ദേഹം വാസ് എ മേജർ ഫിഗർ ഇൻ ബോംബെ സ്കൂൾ. ബോംബെ സ്കൂളിലെ ഒരു മേജർ ഫിഗർ തന്നെയായിരുന്നു ഈ GS ഗുറെ, ഹൂ adhered to the perspective of Indology
ഇൻ ഹിസ് ടീച്ചിങ്സ് ആൻഡ് റിസർച്ച്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലും റിസർച്ചിലും ഒക്കെ മെയിനായിട്ടുള്ളത് ഇൻഡോളജി പെർസ്പെക്റ്റീവാണ്. ഹീ സ്റ്റഡീഡ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം ഇൻഡോളജിക്കൽ ആൻഡ് ആന്ത്രപ്പോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. ഇന്ത്യൻ സൊസൈറ്റീനെ കുറിച്ച് അദ്ദേഹം പഠിച്ച രീതി ഇൻഡോളജിക്കലും അതുപോലെ ആന്ത്രപ്പോളജിക്കൽ കാഴ്ചപ്പാടിൽ കൂടിയായിരുന്നു. ആൻഡ് യൂട്ടിലൈസ്ഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഇൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് വിത്ത് ഹിസ് പ്രൊഫണ്ട് നോളജ് ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അപ്പോൾ അദ്ദേഹത്തിന് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ നല്ല അറിവുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും കാര്യങ്ങൾ മനസ്സിലാക്കിയതിലും ഒക്കെ ഈ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ വളരെ സഹായപ്രദമായിരുന്നു. ഗുറെ വാസ് റൈറ്റിംഗ് അറ്റ് ദ ടൈം വെൻ ദ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ് വെർ ബീങ് consolidated and debates on tradition and modern were also going on. ഗുറയുടെ മെയിനായിട്ടുള്ള ബുക്കുകളുടെ പേരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുമെല്ലാം നോക്കുക. ഇതുപോലെ തന്നെ വേറെ ഒരു യൂണിറ്റ് ഒറ്റയ്ക്ക് JS ഗുറയെ കുറിച്ചുള്ള ഒരു യൂണിറ്റ് നമുക്ക് അടുത്തതായിട്ടുള്ള യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗുറ എന്ന് പറയുന്ന ഒരു ഏറ്റവും അറിയപ്പെടുന്ന ബോംബെ സ്കൂളിലെ ഒരു വ്യക്തിയായിരുന്നു. ഹീറോസ്റ്റിക് ത്രീ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ്, ഇനി അടുത്ത ഒരാളാണ് ദേശായി. അപ്പോൾ ഹീറോസ്റ്റിക് ത്രീ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദേശായി's work is attempted here to locate his perspective. The first set of his writing can be seen as writing on rural society in transition, so as to understand agrarian structure and or class formation in rural India during and after British colonialism. അപ്പോൾ ഈ ബോംബെ സ്കൂളിലുള്ള സ്റ്റഡീസിൽ ഒരു മെയിൻ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ദേശായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എഴുതിയേക്കുന്ന ഒരു മെയിൻ റൈറ്റിംഗ് ആണ് റൂറൽ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റൂറൽ സൊസൈറ്റി ഒരു പരിവർത്തനത്തിന്, മാറ്റത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ട്രാൻസിഷൻ പീരീഡിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ മെയിൻ ബുക്സിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നോക്കിയേക്കുക. ഇനി അടുത്ത സ്കൂളാണ് ലക്നൗ സ്കൂൾ. അപ്പോൾ ബോംബെ സ്കൂൾ കഴിഞ്ഞ് പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് സ്കൂള് സോഷ്യോളജിക്കൽ തോട്ടിൻ്റെത് ലക്നൗ സ്കൂളാണ്. ഇവിടെ രാധാ കൈമൾ മുഖർജി, DP മുഖർജി ആൻഡ് അവധ് കിഷോർ സരൻ ആർ കൺസിഡേർഡ് ആസ് ദ ത്രിംവിറേറ്റ് ഓഫ് ലക്നൗ സ്കൂൾ. അപ്പം ലക്നൗ സ്കൂളിലെ 3 ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 വ്യക്തികളാണ് രാധാ കൈമൾ മുഖർജി, അതുപോലെ DP മുഖർജി, പിന്നെ അവധ് കിഷോർ സരൻ. ഈ 3 പേരും ലക്നൗ സ്കൂളിലെ പ്രസിദ്ധരായിട്ട് ഉള്ള വ്യക്തികളാണ്, ഇമ്പോർട്ടൻറ്റ് ഫെലോസ് ആണ്. രാധാ കൈമൾ മുഖർജി ജോയിൻ ദ ലക്നൗ യൂണിവേഴ്സിറ്റി ആസ് ദ ഫൗണ്ടർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി ആൻഡ് കണ്ടിന്യൂഡ് ദെയർ ടിൽ 1952. അപ്പോൾ രാധാ കൈമൾ മുഖർജി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അവിടെ 1889 തുടങ്ങി 1968 വരെയാണ്. ഹി ജോയിൻഡ് ലക്നൗ യൂണിവേഴ്സിറ്റി. അദ്ദേഹം ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ആസ് ദ ഫൗണ്ടർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി. എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം അവിടെ ചേർന്നത്. One can locate writing by Radha Kaimal Mukherjee on economics, demography, sociology and ecology in the ongoing anti-colonial nationalist movement. The writing of Binoy Kumar Sarkar, അതുപോലെ Brajendranath Seal and Patrick Geddes influenced him in formulating his initial ideas. അപ്പോൾ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ആരംഭ ആശയങ്ങൾക്ക് സഹായപ്രദമായത് ഈ പറഞ്ഞ വ്യക്തികളുടെയൊക്കെ റൈറ്റിങ്സ് ആണ്. ആരുടെയൊക്കെയാണ്? ബിനോയ് കുമാർ സർക്കാർ, ബ്രജേന്ദ്രനാഥ് സീൽ ആൻഡ് പാട്രിക് ഗഡേഴ്സ്. ഇവരുടെ ഐഡിയാസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഇവിടെ ഈ രാധാ കൈമൾ മുഖർജിക്ക് ലഭിക്കുകയുണ്ടായി. ഹി അക്കാഡമിക്കലി ബ്ലെൻഡഡ് എക്കണോമിക്സ്. അക്കാഡമിക്കലി അദ്ദേഹം എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ആളായിരുന്നു. എക്കണോമിക്സ്, ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി ആൻഡ് ദസ് ആർഗ്യൂഡ് ഫോർ മൾട്ടിപ്ലിസിറ്റി ആൻഡ് പ്ലൂരാലിറ്റി ഓഫ് നോളജ്. അപ്പോൾ അദ്ദേഹം ഒരു സബ്ജക്റ്റിൽ മാത്രം കുടുങ്ങി നിൽക്കാതെ ഹി അക്കാഡമിക്കലി ബ്ലെൻഡഡ് എക്കണോമിക്സ്, ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. ഈ 3 കാര്യത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് വളരെ, എക്കണോമിക്സിനെ കുറിച്ചും
ഹിസ്റ്റോറിയെക്കുറിച്ചും അതുപോലെ സോഷ്യോളജിയിലും ആധികാരികമായിട്ട് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരുടെയും അറിവ് ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, വിഭിന്നത വേണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു. ഹി സ്ട്രോങ്ലി ആർഗ്യൂഡ് ദാറ്റ് ദ എക്കണോമിക് തിയറൈസേഷൻ ആൻഡ് മോഡൽസ് ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് യോജിച്ചതല്ല വെസ്റ്റേൺ കൺട്രീസിന്റെ ഐഡിയാസും പ്രാക്ടീസസും ഒക്കെ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ഇറ്റ് വാസ് എ ജെനുവിൻ ക്രിട്ടിക് ഓഫ് ദ യൂറോസെൻട്രിക് അപ്രോച്ച് ടു ഡെവലപ്മെന്റ്. അദ്ദേഹം യൂറോസെൻട്രിക് അപ്രോച്ചിന് എതിരായിട്ടുള്ള ഒരു വിമർശകനായിരുന്നു. ഇന്ത്യയിലെ രീതിയിൽ നമ്മുടേതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം, അല്ലാണ്ട് മറ്റുള്ളവരുടെ രീതിയിലല്ല, ഫോറിൻ കൺട്രീസിന്റെ രീതിയിലല്ല, യൂറോസെൻട്രിക് അപ്രോച്ചിലൂടെയല്ല നമ്മൾ ഡെവലപ്മെന്റിലേക്ക് പോവേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ഇറ്റ് ഈസ് സോ ബിക്കോസ് ഇന്ത്യൻ എക്കണോമി ഈസ് സ്റ്റിൽ അഗ്രേരിയൻ ആൻഡ് ഈസ് റൂറൽ ഇൻ ഇറ്റ്സ് ഓറിയന്റേഷൻ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വ്യക്തമാക്കാനുള്ള കാരണം ഇതാണ്. ഇന്ത്യൻ എക്കണോമി ഈസ് സ്റ്റിൽ അഗ്രേരിയൻ. ഇപ്പോഴും ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന അത് അഗ്രേരിയൻ ആണ്. ആൻഡ് ഈസ് റൂറൽ ഇൻ ഇറ്റ്സ് ഓറിയന്റേഷൻ. അപ്പം അതിൻ്റെ ഉത്ഭവം റൂറൽ ഗ്രാമപ്രദേശത്ത് നിന്നുമാണ്. അപ്പം ഇന്ത്യയുടേതായ ആ രീതി അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഇദ്ദേഹം. ദ വെസ്റ്റേൺ എക്കണോമിക് മോഡൽസ് ഓഫ് growth are not suitable to address the economic backwardness and mass poverty. Rather, they will disastrously result in rural unsettlement and the decline of agriculture. അപ്പം നമ്മൾ വെസ്റ്റേൺ രീതിനെ പിന്തുടർന്നാൽ നമ്മുടെ രാജ്യത്തെ പോവർട്ടിയും ബുദ്ധിമുട്ടുകളൊക്കെ കൂടുകയുള്ളു. അതുപോലെ നമ്മുടെ നാശം സംഭവിക്കാനും ഇത് ഇടയാകുമെന്നാണ്. നമ്മുടെ കൃഷിയുടെയും അതുപോലെയുള്ള മറ്റ് റൂറൽ സെറ്റിൽമെന്റിന്റെ ഒക്കെ അവസ്ഥ കൂടുതൽ മോശമാക്കുമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. Such arguments found echo in the foundation of Indian economics and borderlands of economics. അദ്ദേഹത്തിന്റെ രണ്ട് ഗ്രന്ഥങ്ങളിലൂടെ ഈ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സും അതുപോലെ ബോർഡർ ലാൻഡ്സ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള ആ രണ്ട് റൈറ്റിങ്സിൽ കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. He argued for the traditional organic village built on mutuality between agriculture and industry. അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഓർഗാനിക് വില്ലേജിനെ ആണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നത്. He contributed immensely to the sociology of values through the social structure of values. അദ്ദേഹത്തിന്റെ വേറെ ഒരു കൃതിയാണ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് വാല്യൂസ്. അതിൽ കൂടി അദ്ദേഹം സോഷ്യോളജി ഓഫ് വാല്യൂസ് എന്നുള്ള സോഷ്യോളജി ഓഫ് വാല്യൂസ്, സോഷ്യോളജി അത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ളത്. ഹി കോൺട്രിബ്യൂട്ടഡ് ഇമ്മൻസ്ലി ടു ദ സോഷ്യോളജി ഓഫ് വാല്യൂസ്. അപ്പോൾ സോഷ്യോളജി ഓഫ് വാല്യൂസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വളരെ വലുതായിട്ടുള്ള ഒരു സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ ഈ സോഷ്യോളജി ഓഫ് വാല്യൂസിൽ ഹി ഫോക്കസ്ഡ് ഓൺ ജസ്റ്റിസ്, ലവ്, സോളിഡാരിറ്റി ആൻഡ് ഗുഡ്നെസ് ആസ് ഇൻട്രൻസിക് ആൻഡ് യൂണിവേഴ്സൽ വാല്യൂസ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നത് ജസ്റ്റിസ്, ലവ്, സോളിഡാരിറ്റി, ഗുഡ്നെസ് ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാല്യൂസിനാണ് ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. In formulating his alternative view to progress and development, Mukherjee highlighted the uniqueness of both the Indian history as well as Indian value system. Another key figure of the similar stature through having different research interest was D.N. Majumdar. അടുത്തൊരു വ്യക്തിയാണ് D.N. Majumdar, who was anthropologist. അദ്ദേഹം ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. By training and became head of the newly established Department of Anthropology in 1951 at Lucknow University. 1951 ലക്നൗ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ആന്ത്രപ്പോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് ചാർജ് എടുത്ത അദ്ദേഹം D.N. മജുംദാർ. അദ്ദേഹവും ഈ ലക്നൗ സ്കൂൾ ഓഫ് തോട്ടിലെ ഒരു പ്രമുഖനായിരുന്നു. Dhirendranath Majumdar was another scholarly figure who was at Lucknow University during the life and times of the triumvirate of Lucknow School. He was an anthropologist. D.N. Majumdar ആണെങ്കിൽ he was an anthropologist by training. ട്രെയിനിങ്ങിലൂടെ അദ്ദേഹം ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. and was influenced by both
മാലിനോവസ്കി ആൻഡ് ശരത് ചന്ദ്ര റോയ്. അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് വേൾഡിലെ ആന്ത്രോപോളജിസ്റ്റുകളാണ് മാലിനോവസ്കിയും ശരത് ചന്ദ്ര റോയിയൊക്കെ. അവരെ തന്നെ പിന്തുടർന്ന് അവരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം വന്നത്. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ എത്തനോളജിക്കൽ ട്രഡീഷൻ. ഹി ജോയിൻ ദ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലക്നൗ യൂണിവേഴ്സിറ്റി. അപ്പോൾ അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറർ ഇൻ ആന്ത്രോപോളജി ആയിട്ട് ചാർജ് എടുത്തു 1928. ഹി റോട്ട് ഹിസ് ഡോക്ടറൽ ഡിസർട്ടേഷൻ ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഓൺ കൾച്ചർ ചേഞ്ച് എമംഗ് ദ ഹോസിലുള്ള ആ ട്രൈബ്സിലുണ്ടായ കൾച്ചറൽ ചേഞ്ചസിനെ കുറിച്ചുള്ള ഡിസർട്ടേഷനാണ് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചത്. അതിന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടുകയുണ്ടായി. ഹി റിസീവ്ഡ് ഹിസ് ഡോക്ടറേറ്റ് ഇൻ 1935. The dissertation was later published as a ട്രൈബ് ഇൻ ട്രാൻസിഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൃതി ദ ഡിസർട്ടേഷൻ, ആ തിസീസ് വാസ് ലേറ്റർ പബ്ലിഷ്ഡ് അറ്റ് ട്രൈബ് ഇൻ ട്രാൻസിഷൻ എന്നുള്ള പേരിൽ പിന്നീട് പബ്ലിഷ് ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ DN മജുംദാറിനെ കൂടാതെ ഇനി അടുത്ത വ്യക്തിയാണ് AL ക്രോബർ. ആസ് ഹിസ് ഐഡിയൽ മജുംദാർസ് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് വെർ ഫിസിക്കൽ ആന്ത്രോപോളജി, പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി. അപ്പോൾ ടേക്കിംഗ് AL ക്രോബർ മജുംദാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: മജുംദാർസ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വെർ ഫിസിക്കൽ ആന്ത്രോപോളജി, പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ ആന്ത്രോപോളജി വിത്ത് ഫ്ലെയർ ഇൻ ഡിസ്റ്റിങ്ക്റ്റീവ് എത്തനോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഫിസിക്കൽ ആന്ത്രോപോളജി, പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി, കൾച്ചറൽ ആന്ത്രോപോളജി, ഇതിലൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ഹി സ്റ്റഡീഡ് ഹോ, ബീഹാറിലെ ആ ട്രൈബ്സ് ആണ് ഹോ, അവരെ കുറിച്ച് പഠിച്ച്. ആൻഡ് ദ കാസ ഓഫ് ഉത്തർപ്രദേശ്, അതുപോലെ കോർവ ആൻഡ് താരു ബോത്ത് ആർ ഉത്തർപ്രദേശ്, ദ ഗോണ്ട്, ബാസ്റ്റാർ ആൻഡ് ദ ബിൽ ഗുജറാത്ത്. ഈ ട്രൈബ്സിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയും കൂടിയായിരുന്നു മജുംദാർ. ഹി സ്റ്റഡി ഓൺ ദ ഡിസെൻസ് ഓഫ് ജനുസാർ ബവാർ ഡീറ്റെയിൽഡ് its kinship, political organization and formal leadership is considered to be a classic in kinship studies. ഇനി അടുത്തത് DN Majumdar argued for the holistic approach to the problems of development and emphasized role and contribution of sociology and anthropology in directed and planned change. പ്ലാൻഡ് ചേഞ്ചിൽ കൂടി നല്ല ചേഞ്ചസ് ഉണ്ടാക്കാവുന്ന സംഭാവനകൾ നൽകാനായിട്ടാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. സച്ച് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഹി വൈഡ്ലി ഹെൽഡ് ഡ്യൂറിങ് ബീങ് എ മെമ്പർ ഓഫ് ദ റിസർച്ച് പ്രോഗ്രാം കമ്മിറ്റീസ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. Majumdar study on the Ho tribe residing at Chota Nagar is an important study on Ho tribe within the framework of tribes in transition. അപ്പോൾ ട്രൈബ്സ് ഇൻ ട്രാൻസിഷൻ എന്നുള്ള ഫ്രെയിംവർക്കിൽ കൂടി അദ്ദേഹം അവതരിപ്പിച്ച ആ ഹോ ട്രൈബ് എന്നുള്ള ആ സ്റ്റഡി വളരെ പ്രമുഖമായിട്ടുള്ള ഒന്നായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് കോണ്ടാക്ട് വിത്ത് നോൺ ട്രൈബ് കാസ്റ്റ് ഹിന്ദു കൾച്ചർ വിത്ത് ദ ട്രൈബൽ പീപ്പിൾ ടേക്കിംഗ് അപ്പ് ന്യൂ ഒക്കപ്പേഷൻസ് ആൻഡ് ലീവിങ് ദെയർ ഓൺ ദെയർ emerge a middle class in them which was hitherto unknown to them. അപ്പോൾ അവർ ഈ ട്രൈബൽ പീപ്പിൾ ടേക്കിംഗ് അപ്പ് ന്യൂ ഒക്കപ്പേഷൻസ്, ക്രമേണ അവർ പുതിയ ഒക്കപ്പേഷൻസ് ഒക്കെ സ്വീകരിച്ച് പിന്നീട് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അവസരം അവർക്ക് ലഭിക്കുകയുണ്ടായി. അവരങ്ങനെ ആയിത്തീർന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ആർഗ്യൂഡ് ഫോർ ക്രിയേറ്റീവ് ഓർ ജനറേറ്റീവ് അഡാപ്ഷൻ. അപ്പോൾ ഇതിന് അദ്ദേഹം പറയണത് ക്രിയേറ്റീവ് ഓർ ജനറേറ്റീവ് അഡാപ്ഷൻ എന്നാണ്. ഇനി major figure in Lucknow school having Indological perspectives was അവധ് കിഷോർ സരൻ. ഇനി അടുത്ത ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് രണ്ടുപേര് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അവധ് കിഷോർ സരനാണ്. ഹു ജോയിൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ലക്നൗ ഇൻ 1946 അദ്ദേഹം ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത്. ആൻഡ് വർക്ക് ദയർ ടിൽ 1966. 1966 വരെ അവിടെ വർക്ക് ചെയ്ത് അതിനുശേഷം അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്ത്. ദെയർ അപ്പോൺ ഹി വാസ് പ്രൊഫസർ ഓഫ് സോഷ്യോളജി. അത് കഴിഞ്ഞ് അദ്ദേഹം 1973 to 78 വരെയുള്ള കാലഘട്ടത്തിൽ ജോധ്പൂർ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി പ്രൊഫസറായിരുന്നു. ഹി വാസ് അവാർഡഡ് ഡി.ലിറ്റ് ബൈ ആഗ്ര യൂണിവേഴ്സിറ്റി 1987. ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡി.ലിറ്റ് അവാർഡ് കിട്ടി. അതിനുശേഷം ഹി അവാർഡഡ് ആസ് ഡി.ലിറ്റ്. ദെൻ
ഹി പാസ്ഡ് അവേ ഇൻ 2003. അപ്പം അതിനുശേഷം 2003 അദ്ദേഹം നമ്മെ വിട്ട് പോയി. ഇനി അനന്ത കെ കുമാരസ്വാമി, ശ്രീലങ്കൻ art historian and critic, deeply influenced his perspective, which was metaphysician. Saran's major books include On the Intellectual Vocation, Traditional Thought, Towards an Axiomatic Approach. ഈ പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ശരണിൻ്റെ മുഖ്യ കൃതികളായിരുന്നു. ആൻഡ് ഓൺ ദ thesis of അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്കുകളാണ് ഈ പറഞ്ഞതൊക്കെ. ആൻഡ് ഓൺ ദ Theories of Secularism and Modernization 2007. In his relentless criticism of the modernity, he reflected his lifelong കമ്മിറ്റ്മെന്റ് ടു ട്രഡീഷൻ. അദ്ദേഹം ട്രഡീഷനാണ് ജീവിതകാലം മുഴുവൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അത് മഹത്വമായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മോഡേണിറ്റിയുടെ ഒരു ശരിക്കുള്ള വിമർശകൻ കൂടിയായിരുന്നു. മോഡേണിറ്റി ഫോർ ഹിം റിസൾട്ട് ഇൻ ദ ടോട്ടൽ അനിഹിലേഷൻ ഓഫ് ട്രഡീഷൻ ആൻഡ് പ്രൊവൈഡ്സ് എ ഹോമോജീനിയസ് യൂറോസെൻട്രിക് വ്യൂ. അപ്പം അദ്ദേഹത്തിൻ്റെ വിമർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ ഹിം റിസൾട്ട് ഇൻ ദ ടോട്ടൽ അനിഹിലേഷൻ ഓഫ് ട്രഡീഷൻ, പാരമ്പര്യത്തിൻ്റെ നമ്മളുടെ ആ ട്രഡീഷൻ്റെ ഉന്മൂലനാശം ചെയ്യുന്ന ഒന്നാണ് മോഡേണിറ്റി എന്ന്. നമ്മളുടെ പാരമ്പര്യത്തിന് നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് മോഡേണിറ്റി എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ശരൺ. ഇതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് മോഡേണിറ്റിക്ക് എതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പ്രൊവൈഡ്സ് എ ഹോമോജീനിയസ് യൂറോസെൻട്രിക് വ്യൂ. അപ്പം ഇങ്ങനെ മോഡേണിറ്റിയിൽ അധികം താല്പര്യരായാൽ പിന്നീട് ഇവിടെ ഒരു ഹോമോ യൂറോസെൻട്രിക് കാഴ്ചപ്പാടാണ് വരാൻ പോകുന്നത്. അത് ഏറ്റവും മോശമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മോഡേണിറ്റിനെ തീർത്തും മോഡേണിറ്റിക്ക് എതിരായിട്ടുള്ളതും ട്രഡീഷന് അനുകൂലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു. Precisely due to this, for him, synthesis between tradition and modernity was neither untunable nor desirable. Key recurrent themes in his writings were the crisis in moral order, despiritualization of the day-to-day life, and blind support of the modern values. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയേക്കുക. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളാണ്. ഒന്ന് ബോംബെ സ്കൂൾ, സെക്കൻഡ് വൺ ലക്നൗ സ്കൂൾ. ഇനി ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ് ചെക്ക് യുവർ പ്രോഗ്രസ് 2-ൽ 3-4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. അത് ഒന്നാമത്തത് GS ഗുരു അഡ്ഹിയർഡ് ടു ദ, അവിടെ വിട്ടുപോയിക്കണ എന്താണ്, പെർസ്പെക്റ്റീവ് ഇൻ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. അപ്പം അദ്ദേഹം ഒരു ഇൻഡിയോളജിസ്റ്റ് ആയിരുന്നു അല്ലേ. അപ്പം ഇൻഡിയോളജിക്കൽ GS ഗുരു അഡ്ഹിയർഡ് ടു ദ ഇൻഡിയോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. അതുപോലെ സെക്കൻഡ് AR ദേശായിസ് മേജർ കൺസേൺ വാസ് വിത്ത് റൂറൽ സൊസൈറ്റീനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മേജർ കൺസേൺ. റൂറൽ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ, അങ്ങനെയാണ് ദേശായി പറഞ്ഞ ചിട്ടയോടുകൂടിയുള്ള വളർച്ച, അത് റൂറൽ സൊസൈറ്റിനെ നല്ല രീതിയിലേക്കുള്ള ട്രാൻസിഷനിലേക്ക് നയിക്കുമെന്ന്. അപ്പോൾ AR ദേശായിസ് മേജർ കൺസേൺ വാസ് വിത്ത് റൂറൽ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ. പിന്നെ DN മജുദാർ അദ്ദേഹം സ്ഥാപിച്ച ഒരു സൊസൈറ്റിയാണ് എത്തനോഗ്രാഫിക് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി, ഫോൾക്ക് കൾച്ചറൽ സൊസൈറ്റീസ്. പിന്നെ അടുത്തത് മെയിൻ തീംസ് ഓഫ് DP മുഖർജീസ് വർക്ക്സ് ആർ, അത് എന്തൊക്കെയായിരുന്നു? പേഴ്സണാലിറ്റി, അതുപോലെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഓഫ് മിഡിൽ ക്ലാസ്സസ്. അതൊക്കെയാണ് മെയിൻ തീംസ് ഓഫ് DP മുഖർജീസ് വർക്ക്. മെയിൻ ക്രിട്ടിക് ഓഫ് AK ശരൺ ഓൺ മോഡേണിറ്റിനെ കുറിച്ച് AK ശരണിൻ്റെ മെയിൻ ക്രിട്ടിക് അതെന്താണെന്ന് പറഞ്ഞാൽ, മോഡേണിറ്റി നമ്മളുടെ പാരമ്പര്യത്തിന് ട്രഡീഷനെ നാശം ചെയ്യും. അപ്പം ആ ഒരു ട്രെൻഡിലേക്ക് പോകരുത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് അദ്ദേഹം. പിന്നെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് DN മജുംദാർസ് ഫീൽഡ് വർക്ക്. DN മജുംദാറിൻ്റെ ഫീൽഡ് വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രത്യേക രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. ഡിസ്റ്റിങ്ഷൻ മാർക്സ് ഓഫ് ഹിസ് ഫീൽഡ് വർക്ക് വാസ്
എൻ്റെ പേര് ഇവിടെ ബയോമെട്രിക്സ് മെത്തേഡ്സ് ഇൻ ആന്ത്രോപോളജി. ആ ഒരു മെത്തേഡാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ദാറ്റ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഇൻ ദ അനാലിസിസ് ഓഫ് ആന്ത്രോഫോമിക് ഡാറ്റ എലോങ് വിത്ത് എത്തനോഗ്രാഫിക് ഡീറ്റെയിൽസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യണ ആ ഒരു മെത്തേഡാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇനി ബോംബെ സ്കൂൾ ആൻഡ് ലക്നൗ സ്കൂൾ കമ്പാരിസൺ. ഇനി ഈ രണ്ട് സ്കൂളുകൾ, അപ്പോൾ മെയിൻ രണ്ട് സ്കൂൾസാണ് ബോംബെ സ്കൂൾ ആൻഡ് ലക്നൗ സ്കൂൾ. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിനെ കുറിച്ചും ഇങ്ങനെ സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് ആരംഭിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ കമ്പാരിസൺ, ഈ രണ്ടിനെയും കൂടി താരതമ്യ പഠനവും വരാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പഠിക്കേണ്ടതാണ്. ഈ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ട് ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിനെ ബേസ് ചെയ്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ ഷോർട്ട് നോട്ട്സും വരാം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് സാധ്യതയുള്ളതാണ്. ഇനി കമ്പാരിസണിൽ എന്താ പറയണേന്ന് നോക്കുക. ബോത്ത് ബോംബെ സ്കൂൾ ആൻഡ് ലക്നൗ സ്കൂൾ വേർ ദ പൈനിയേഴ്സ് ഇൻ ദി ഇന്റർലിങ്ക്ഡ് പ്രോസസ് ഓഫ് പ്രൊഫഷണലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലും അതുപോലെ പ്രൊഫഷണലൈസേഷനിലും പൈനിയേഴ്സ് ആണ് ഈ ബോംബെ സ്കൂളും അതുപോലെ തന്നെ ലക്നൗ സ്കൂളും. Scholars in both the schools were rigorously trained by both the Indian and foreign teachers. അപ്പോൾ ഇവിടെയുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ മിക്കവരും ഫോറിനും അതുപോലെ ഇന്ത്യൻ ടീച്ചേഴ്സിനാലും ട്രെയിൻ ചെയ്യപ്പെട്ട ആളുകളായിരുന്നു. The pioneers of both the schools were writing at the time of nationalist movement. അപ്പോൾ ഇവിടെയുള്ള രണ്ടു സ്കൂളിലെയും വ്യക്തികളൊക്കെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിങ്സിൽ ചേർന്നിട്ടുള്ള ആളുകളായിരുന്നു. ദ നാഷണലിസ്റ്റ് ഫെറോവർ റിഫ്ലക്റ്റഡ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് സം ഓഫ് ദം. ദീസ് റൈറ്റിംഗ്സ് ഹാർപ്പൺഡ് അപ്പോൺ ദ ഗ്ലോറിയസ് ട്രഡീഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് എംപ്ലോയിഡ് ദ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഇൻ ദെയർ റൈറ്റിംഗ്സ്. അപ്പം അവരുടെ ഈ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഹാർപ്ഡ് അപ്പോൺ ദ ഗ്ലോറിയസ് ട്രഡീഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിൻ്റെ ഗ്ലോറിയസ് ട്രഡീഷൻസും അതുപോലെ എംപ്ലോയിഡ് ദ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഇൻ ദെയർ റൈറ്റിംഗ്സ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ടെക്സ്റ്റും അവരുടെ റൈറ്റിംഗ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെൻഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ GS കുറെ അറ്റ് ബോംബെ സ്കൂൾ ആൻഡ് ബോത്ത് രാധാ കൈമൾ മുഖർജി ആൻഡ് DP മുഖർജി അറ്റ് ലക്നൗ സ്കൂൾ. അപ്പോൾ ഇവരുടെയൊക്കെ പേര് ഈ വക കാര്യങ്ങളിൽ ഗ്ലോറിയസ് ട്രഡീഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് എംപ്ലോയിഡ് ദ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഇൻ ദെയർ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ മൂന്ന് പേരുടെ പേരുകളും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ടതാണ്. One can also see an urgent and intense plea on their part of rejuvenate traditional values, not in terms of revivalism, rather to employ these aptly in the modern times. Similarly, one can locate certain theoretical stands which were common to both the school. അതുപോലെ വേറെ ചില തിയറിറ്റിക്കൽ സ്റ്റാൻഡ്സും രണ്ട് സ്കൂൾസിനും പൊതുവായിട്ടുള്ളതായിട്ട് കാണാം. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് ദ മാർക്സിസ്റ്റ് അപ്രോച്ച് ബൈ AR ദേശായി. AR ദേശായിയുടെ മാർക്സിസ്റ്റ് സമീപനം falls in resonance with the Marxiological approach taken by DP മുഖർജി. DP മുഖർജി സമീപിച്ചിരുന്ന ആ മാർക്സോളജിക്കൽ അപ്രോച്ചിന് ഏതാണ്ട് തുല്യമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് AR ദേശായിയുടെ അപ്രോച്ചും. അതുപോലെ though the later did not approve of dogmatic Marxism, the theme of tradition and modernity is present in both the schools thought in different forms. അപ്പോൾ ഈ രണ്ടുപേരുടെ ദ തീം ഓഫ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, ട്രഡീഷനും അതുപോലെ മോഡേണിറ്റി, ഈ രണ്ട് തീമും ഈ രണ്ടു സ്കൂൾസും ലക്നൗ സ്കൂളിലെ സ്കോളേഴ്സും അതുപോലെ ബോംബെ സ്കൂളിലെ സ്കോളേഴ്സിൻ്റെ ഐഡിയാസിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. The theme of tradition and modernity is present in both the schools through in different forms. പല രീതിയിൽ ഈ മോഡേണിറ്റിയും അതുപോലെ തീം ഓഫ് ട്രഡീഷൻ ഇത് രണ്ടും കടന്നുകൂടിയിട്ടുണ്ട്. സം ലൈക്ക് ഗുറേ ആൻഡ് സരൻ വെർ കംപ്ലീറ്റ്ലി ഓപ്പോസ് ടു ദ മോഡേണിറ്റി. അപ്പം അതിൽ ഗുറേ അതുപോലെ തന്നെ സരനും മോഡേണിറ്റിക്ക്
പരിപൂർണമായിട്ടും എതിരായിട്ടുള്ള വ്യക്തികളായിരുന്നു, വിച്ച് ദേ പെർസീവ്ഡ് ആസ് കൊളോണിയൽ. അപ്പം മോഡേണിറ്റിനെ കൊളോണിയലിസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരതിനെ വെറുപ്പോടു കൂടിയാണ് നോക്കിയിരുന്നത്. ദ അതേഴ്സ് ലൈക്ക് രാധാ കൈമൾ മുഖർജി ആൻഡ് DP മുഖർജി, അതേപോലെ തന്നെ രാധാ കൈമൾ മുഖർജി അതുപോലെ DP മുഖർജി ആർഗ്യൂഡ് ഫോർ എ കൾച്ചറൽ സിന്തസിസ് ബിറ്റ്വീൻ ദ ടു. ഇവർ രാധാ കൈമൾ മുഖർജിയും അതുപോലെ DP മുഖർജിയുടെ അഭിപ്രായത്തിൽ ഒരു കൾച്ചറൽ സിന്തസിസ് ആണ് ഈ മോഡേണിറ്റിയും ട്രഡീഷണലും കൂടി നടത്തേണ്ടത്. അല്ലാണ്ട് ഒന്നിനെ തിരസ്കരിച്ചിട്ട് മറ്റേനെ സ്വീകരിക്കുക എന്നുള്ള രീതി ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു രാധാ കൈമൾ മുഖർജിയും ദുർജിത് പ്രസാദും. രണ്ടിലും നന്മയും തിന്മയും ഉണ്ടാവും. അപ്പൊ വേർതിരിച്ചിട്ട് അതിനെ നല്ല അംശങ്ങൾ എടുത്തിട്ട് രണ്ടാമത് സൃഷ്ടിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു ഈ രാധാ കൈമൾ മുഖർജിയും അതുപോലെ ദുർജിത് പ്രസാദ് മുഖർജിയും. അപ്പൊ ലെറ്റ് us sum up. അപ്പൊ ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ദ മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ 2 മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ആണ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൻ്റെ 2 മേജർ സ്കൂളുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന് ബോംബെ സ്കൂള്, അടുത്തത് ലക്നൗ സ്കൂൾ. വി ഹാവ് പ്രസന്റഡ് ഇൻ ബ്രീഫ് ദ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ വിച്ച് ബോത്ത് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി എമർജ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ സോഷ്യോളജിയും അതുപോലെ തന്നെ ആന്ത്രോപോളജിയും ഉദയം ചെയ്യാനുണ്ടായിരുന്ന സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി നമുക്ക് ഈ ലെസനുകളിലൂടെ കിട്ടുകയുണ്ടായി. Then we discussed major schools of Indian sociological traditions which are Bombay School and Lucknow School. അപ്പോൾ ആദ്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പഠിച്ച് ഈ 2 സ്കൂൾസ് ഡെവലപ്പ് ചെയ്യാനുണ്ടായ കാരണങ്ങളും അതിന് സഹായപ്രദമായ വ്യക്തികൾ, അതിന് സഹായം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ആദ്യ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് ഈ 2 സ്കൂൾസിനെ കുറിച്ചും കൂടുതൽ വിവരണങ്ങൾ വേറെ നൽകി. Then we discussed major schools of Indian sociological traditions which are Bombay School and Lucknow School. The unit discussed the contribution of major figures in each of the school. അപ്പൊ ഈ ഓരോ സ്കൂളിലും അതിൻ്റെ മേധാവികൾ ആരായിരുന്നു, അങ്ങനത്തെ സ്കൂൾ ഫോം ചെയ്യാനും അതിൻ്റെ വളർച്ചയ്ക്കും സഹായപ്രദമാക്കിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ട്. ഇൻ ഡൂയിങ് സോ വി ഹാവ് ഗിവൺ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് ഹെർ ബയോഗ്രഫി. അപ്പൊ അതുപോലെ സംഭാവന ചെയ്ത ആളുകളുടെ ഒരു ചെറിയ ബയോഗ്രഫി നമ്മൾ ഇതിലൂടെ നോക്കി. ദെൻ വി ഹാവ് പ്രസന്റഡ് ടു some of the central ideas of respective scholars. അപ്പൊ ഇതിൽ വന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സിന്റെ, പണ്ഡിതന്മാരുടെ സെൻട്രൽ ഐഡിയാസ് എന്താണെന്ന് നമ്മൾ ഈ ലെസണിലൂടെ മനസ്സിലാക്കി. ടവേഴ്സ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ് ബോത്ത് ദ സ്കൂൾസ് ആർ കമ്പയർഡ്. 2 സ്കൂളിന്റെ ഒരു താരതമ്യ പഠനവും കൂടി അവസാനത്തെ ഭാഗത്ത് നമ്മൾ കണ്ട്. സോ ആസ് ടു ഹൈലൈറ്റ് ദെയർ ഡൈവർജന്റ് കോൺട്രിബ്യൂഷൻ ഇൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും ഫീൽഡിലേക്ക് ഈ 2 സ്കൂളുകളും നൽകിയ സംഭാവനകളുടെ ഒരു ഹൈലൈറ്റ് നമുക്കിവിടെ കിട്ടി. Some long rangers who did not belong to either of the school were also discussed in terms of their life and significant contributions. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഉള്ളിലെ അംഗങ്ങളായവരെ മാത്രമല്ല, അല്ലാതെയും സോഷ്യോളജിയുടെ ഫീൽഡിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റു വ്യക്തികളെ കുറിച്ചും കൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. സം ലോങ് റേഞ്ചേഴ്സ് ഹു ഡിഡ് നോട്ട് ബിലോങ് ടു ഐദർ ഓഫ് ദ സ്കൂൾ. ഈ ബോംബെ സ്കൂളിലോ അല്ലെങ്കിൽ കൽക്കട്ട സ്കൂളുകളിലോ മെമ്പർ അല്ലാതെ ഇരുന്ന ആളുകളെ കുറിച്ചും, പക്ഷെ അവർ സോഷ്യോളജിസ്റ്റാണ്, സോഷ്യോളജിക്ക് വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് അവരെ കുറിച്ചുകൂടി അവരുടെ സംഭാവനകളെ കുറിച്ചുകൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പഠിച്ചത് 2 പ്രധാനപ്പെട്ട സ്കൂളുകളെ കുറിച്ചും അതിൻ്റെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ആ സ്കൂളുകൾക്കുണ്ടായ അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ ആ 2 സ്കൂളുകളുടെ ഒരു താരതമ്യ പഠനവും, കമ്പാരിസൺ ബിറ്റ്വീൻ ദീസ് 2 സ്കൂൾസ്, അത്തരം കാര്യങ്ങളാണ് നാം ഈ യൂണിറ്റിൽ
മനസ്സിലാക്കിയിട്ടുള്ളത്.